നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DRDOയുടെ മിഷൻ വിഷൻ ചെറിയതായിട്ട് ഫംഗ്ഷനിങ് ഒക്കെ പറഞ്ഞു. ഈ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും മെയിൻസിനൊക്കെ വരുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്ത് DRDOയുടെ വിഷന് മിഷന് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് DRDO ഇതുവരെ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോജക്ട്സിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തുടക്കത്തിൽ അവരുടെ മിസൈലുകളെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയിട്ട്? മിസൈൽസ്. DRDO ഡെവലപ്പ് ചെയ്ത മിസൈലുകൾ നമ്മൾ പലപ്പോഴും കറണ്ട് അഫയേഴ്സ് രൂപത്തിലും ഒക്കെ പത്രങ്ങളിലൊക്കെ സ്ഥിരം കാണാറുള്ളതാണ്. DRDO ഇന്നത് ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഇതൊരു കറണ്ട് അഫയേഴ്സ് സെക്ഷനായിട്ട് ഇവിടെ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ആദ്യം മിസൈൽസ് കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലാത്തിൻ്റെയും താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഒരുപാട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് പോയേ ഒക്കത്തുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന മിസൈൽ അഗ്നിയെ പറ്റിയിട്ടാണ്. അഗ്നിയിൽ 5 വെറൈറ്റി അല്ലെങ്കിൽ 5 സെക്ഷനായിട്ട് അഗ്നി 1, അഗ്നി 2, 3, 4, 5 അങ്ങനെ 5 മിസൈലുകൾ DRDO ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അഗ്നി 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഗ്നി ഫസ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേജ് ആയിട്ടുള്ളൊരു മിസൈലായിരുന്നു. ഇവിടെ സോളിഡ് ഫ്യൂവൽ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ദെൻ MRBM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? MRBM എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്. ഒരു മീഡിയം റേഞ്ചിലുള്ള ബാലിസ്റ്റിക് മിസൈലായിരുന്നു അഗ്നി 1 എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഞ്ച്, അതായത് ഈ മിസൈൽ നമ്മൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 700-800 കിലോമീറ്റർ കവർ ചെയ്തിട്ട് ആ ഫോഴ്സിൽ പോയി അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് അഗ്നി 1 എന്ന് പറയുന്നത്. ഇനിയും അഗ്നി 2 എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. എന്താണ്? ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ചിലുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 2 എന്ന് പറയുന്നത്. ഇത് ഏകദേശം 2000 കിലോമീറ്ററോളം അവിടേക്ക് പോയി പതിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരുന്നു? അഗ്നി 2-നുണ്ടായിരുന്നു. ഇനി അഗ്നി 3 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ 2000 ആയിരുന്നു. ഇനി അഗ്നി 3 വന്നപ്പോഴത്തേക്ക് ഇതൊരു 2 സ്റ്റേജ് ആയിട്ടുള്ളൊരു മിസൈലാണ്. ഇത് 2500 കിലോമീറ്റർ എബവ് പോയി ഇതിനെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇനി അഗ്നി 4 എന്ന് പറയുമ്പം പിന്നെ ഇച്ചിരൂടെ കൂടി 3500 കിലോമീറ്റർ വരെ കവർ ചെയ്യാൻ പറ്റി. ദെൻ അഗ്നി 5 എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് വേരിയൻറ്റ് ഇൻ ടേംസ് ഓഫ് നാവിഗേഷൻ ആൻഡ് ഗൈഡൻസ് വാർഹെഡ് ആൻഡ് എഞ്ചിൻ. അപ്പോൾ അഗ്നി 1, 2, 3, 4 വരെ ഡെവലപ്പ് ചെയ്തു. 5ാമത്തെ വേർഷൻ എന്ന് പറയുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഒരു മോഡലാണ്. ആ മോഡൽ ഏതൊക്കെ ടേംസിലാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ടേംസിൽ പ്രവർത്തിക്കുന്നു? നാവിഗേഷൻ ടേംസിലും ഗൈഡൻസ്, വാർഹെഡ്, എഞ്ചിൻ എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വാൻസ്ഡ് ആൻഡ് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന DRDOയുടെ ഏറ്റവും പുതിയ മോഡലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നി സീരീസ് എത്ര എണ്ണം? 5 എണ്ണം. പിടികിട്ടിയല്ലോ. ഇനി തൃശൂൽ, അവരുടെ അടുത്ത ഒരു മിസൈലായിരുന്നു തൃശൂൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തിരുന്നോണം. അഗ്നി 5 സീരീസ്, ദെൻ തൃശൂൽ. ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഒരു മിസൈലാണിത്. ക്വിക്ക് റിയാക്ഷൻ എല്ലാ വെതർ കണ്ടീഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിസൈലാണ്. ക്വിക്ക് റിയാക്ഷൻ ആണ്. ഏത് ടൈപ്പാണിത്? സർഫസ് ടു എയർ ആയിട്ടുള്ള ഒരു മിസൈലാണ്. ഇതാണ് സർഫസ് ടു എയർ, അതായത് സർഫസിൽ നിന്നും എയറിലേക്ക് വിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിസൈലാണ് തൃശൂൽ. ആര് ഡെവലപ്പ് ചെയ്ത്? DRDO ഡെവലപ്ഡ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആകാശ്. നോക്കിക്കോളൂ, മീഡിയം റേഞ്ച് ആണിത്. സർഫസ് ടു എയർ മിസൈലാണ് വിത്ത് മൾട്ടി ടാർഗറ്റ് എൻഗേജ്മെന്റ് കേപ്പബിലിറ്റി. നമുക്കറിയാം മൾട്ടി ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞതെല്ലാം ഒരു ടാർഗറ്റ്, ഇപ്പോൾ ഏതാണോ നശിപ്പിക്കേണ്ടത് ആ ഒരൊറ്റ ടാർഗറ്റ് വെച്ചിട്ടാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. എന്നാൽ ആകാശിൻ്റെ പ്രത്യേകത എന്താണ്? മൾട്ടി ടാർഗറ്റ് ആണ്. ഒരേ സമയം നമ്മൾ ഒരു വട്ടം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് മിസൈൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പല സൈഡിലോട്ട് പോകാനുള്ള ഒരു കഴിവ് ആകാശ് എന്ന് പറയുന്ന ഈ DRDO ഡെവലപ്പ് ചെയ്തെടുത്ത മിസൈലിന് ഉണ്ട്. ഇനി നാഗ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഒരു ആൻറ്റി ടാങ്ക് മിസൈലാണ് നാഗ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ നാഗിനകത്ത് തന്നെ ഹെലീന എന്ന് പറയുന്ന ഒരു ടേം എക്സാമിന് ചോദിക്കും. ആ ഹെലീന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ലോഞ്ച്ഡ്
നാഗ് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. ഹെലീന മീൻസ് ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് നാഗ്. അപ്പൊ നാഗുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആളാണ് ഹെലീന എന്ന് ഓർത്തോണം. ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് നാഗ് എന്നാണ് ഇതിന്റെ പേര്. എയർ ടു സർഫസ് വേർഷൻ ഓഫ് ദി നാഗ്, അതായത് ഈ നാഗിന്റെ എയർ ടു സർഫസ് വെർഷൻ ആണ് എന്ത് ഹെലീന എന്ന് പറയുന്നത്. ഈ ഹെലീനയിൽ അതായത് ഇന്റഗ്രേറ്റഡ് എയർ ടു സർഫസ് വേർഷൻ ഓഫ് നാഗ് ആരുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു, ആരുമായിട്ട് കൂടിച്ചേർത്തു? ധ്രുവ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററുമായിട്ട് എയർ ടു സർഫസ് വേർഷൻ ഓഫ് നാഗ് കൂട്ടിച്ചേർത്തപ്പോഴാണ് എന്തുണ്ടായിരിക്കുന്നത്? ഹെലീന എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് നാഗ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹെലീനയും നാഗും തമ്മിൽ നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഓർത്ത് വെച്ചോണം. കുറച്ച് ടഫായിട്ട് തോന്നാം, പക്ഷേ ഇത് ടഫല്ല. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇത് ഇച്ചിരി എളുപ്പമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഇപ്പം കേൾക്കുമ്പോൾ തന്നെ അത് ഉറപ്പിച്ച് അങ്ങ് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനടുത്ത ആളുടെ പേര് ഞാൻ എഴുതിയിരിക്കുന്നത് പൃഥ്വി എന്നാണ്. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, കാരണം കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം പൃഥ്വിയെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ആയിരുന്നു പൃഥ്വി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബ്രഹ്മോസ്, ഇത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടൈമാണ് ബ്രഹ്മോസ്. നോക്കിക്കേ, ബ്രഹ്മോസ് എഴുതുമ്പം എം ക്യാപിറ്റലാണ് ഇടയ്ക്ക് എഴുതുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സൂപ്പർ സോണിക് മിസൈലാണ്. എന്താണ് സൂപ്പർ സോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹൈ സ്പീഡുള്ള, അല്ലേ? സൂപ്പർ സോണിക് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഒരു മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഒരിക്കലും ബ്രഹ്മോസ് നമ്മൾ ഒറ്റയ്ക്ക് നേടിയെടുത്ത ഒരു കാര്യമല്ല. റഷ്യയുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് മിസൈലാണ് എന്തെന്ന് പറയുന്നത്? ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യം ഓർക്കുക, ബ്രഹ്മപുത്ര, ഇന്ത്യയുടെ ബ്രഹ്മപുത്രയും നമ്മുടെ മോസ്ക്വ എന്ന് പറയുന്ന ഒരു നദി റഷ്യയിലുണ്ട്. ആ മോസ്ക്വയുടെ മോസും ബ്രഹ്മപുത്രയുടെ ആദ്യത്തെ ബ്രം എന്ന് പറയുന്ന ആ രണ്ടും കൂടെ ചേർത്തിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് വന്നത്. അപ്പൊ റഷ്യയുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നിർഭയ് എന്താണെന്ന്. അത് സബ്സോണിക് മിസൈലാണ്. സൂപ്പർസോണിക് ഏതാണ്? ബ്രഹ്മോസ് ആണെങ്കിൽ സബ്സോണിക് ആണ് മിസൈലാണ് ആര്? നിർഭയ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സബ്സോണിക് മിസൈലായ നിർഭയ് ആരുടെ സപ്ലിമെന്റ് ആണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ബ്രഹ്മോസിന്റെ സപ്ലിമെന്റ് ആയിട്ട് വന്ന ഒരു മിസൈലായിരുന്നു നിർഭയ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സാഗരിക, പേര് പോലെ തന്നെ ഇതൊരു സബ് മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. ഇതാണ് കടലിന്റെ അടിത്തട്ട്, അല്ലേ? കടലിന്റെ അടിത്തട്ടുമായിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് സാഗരിക. അപ്പൊ സാഗരം, സാഗരിക, അതെന്താണ്? മിസൈലാണ്, സബ്മറൈൻ ബാലിസ്റ്റിക് മിസൈലാണെന്ന് ഓർക്കുക. ദെൻ ശൗര്യ, അതും എന്താണ്? ഒരു സബ്മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. സാഗരികയും ശൗര്യയും, പേരൊന്നും തെറ്റിപ്പോവരുതേ. ഇനി ധനുഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു പൃഥ്വിയെ രൂപാന്തരപ്പെടുത്തി നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്തതാണ് എന്ത്? ധനുഷ് എന്ന് പറയുന്നത്. സീ ബേസ്ഡ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. നേവൽ വേർഷൻ ഓഫ് പൃഥ്വി 2. പൃഥ്വി 2ന്റെ നേവൽ വേർഷനായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ധനുഷ്. അപ്പൊ ധനുഷ് ആരുടെ രൂപാന്തരത്തിൽ വന്നതാണ്? പൃഥ്വി. അപ്പം ആൻസറിനകത്ത് പൃഥ്വി 2 ഇല്ലെങ്കിൽ പൃഥ്വി ഉണ്ടെങ്കിൽ അതും എന്താണ്? ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി അസ്ത്ര, അത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. അസ്ത്ര ഇൻ ടേംസ് ഓഫ് സൈസ് ആൻഡ് വെയിറ്റ്, അതായത് സൈസ് ആണെങ്കിലും വെയിറ്റിന്റെ പേരിലാണെങ്കിലും ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു വെപ്പണാണ് ആര്? അസ്ത്ര എന്ന് പറയുന്നത്. എന്താണ്? DRDO ഡെവലപ്പ് ചെയ്തതിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞതും ചെറുതുമായിട്ടുള്ള ഒരു വെപ്പണാണ് ആര്? അസ്ത്ര എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പ്രത്യേകത, ഒരു ആക്റ്റീവ് റഡാർ ഇതിനകത്തുണ്ടായിരിക്കും. അതായത് അപകടങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എപ്പോഴും ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു റഡാർ ഘടിപ്പിച്ചിരിക്കും. ഓക്കെ, ഇനി പ്രഹാർ, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2018-19 ആ ഒരു സമയത്താണ് പ്രഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് സർഫസ് ടു സർഫേസ് മിസൈലാണ് പ്രഹാർ. അപ്പം ഇത് ഇത്രയും DRDOയുടെ ആക്ടിവിറ്റീസിനകത്ത് നമുക്കറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസൈലുകളാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മളതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങളിത് നോട്ട് ചെയ്തിട്ടോ.
അപ്പോൾ DRDOയുടെ തുടക്കത്തിൽ ഒരു 10 ലബോറട്ടറീസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മുടെ രാജ്യത്ത് മൊത്തം എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ 10 ലബോറട്ടറിയെ തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1980 ഒരു സ്ഥാപനം വന്നു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നതോടുകൂടി രാജ്യത്ത് DRDOയുടെ അണ്ടറിൽ 50ഓളം എന്ത് വന്നു, ലബോറട്ടറികൾ വന്നു. ഇപ്പോൾ DRDO നമുക്കറിയാം റിസർച്ച് സെൻറ്റേഴ്സ് ആണ്. ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ടെക്നോളജിയെ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത് ആ സ്ഥലമാണ് ഈ ലബോറട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ ഏകദേശം ഒരു 52 ലബോറട്ടറീസ് ആണ് DRDOയുടെ അണ്ടറിലുള്ളത്. അപ്പം നമുക്ക് എല്ലാം പഠിക്കേണ്ട കാര്യമില്ല. ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നതും എക്സാമിന് ചോദിച്ചൊക്കെ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാം. ഒന്ന്, അഡ്വാൻസ്ഡ് സിസ്റ്റം ലബോറട്ടറി ASL. ഇതിൻ്റെ ലൊക്കേഷൻ ഹൈദരാബാദിലാണ്. എന്താണ്? അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലബോറട്ടറി. ഇത് ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മിസൈലുകളെ പറ്റിയിട്ടും സ്ട്രാറ്റജിക് ആയിട്ടുള്ള സിസ്റ്റംസിനെ പറ്റിയിട്ടുമാണ് ഇവർ പഠിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. മിസൈൽസിനെ പറ്റിയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും മിസൈൽ ഉണ്ടാക്കുന്നതും ഒക്കെ എവിടെയാണ്? ഇവിടെ ഹൈദരാബാദിലെ ASLൽ വെച്ചിട്ടാണ്. ഇനി 2, സെൻറ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്. ഇന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെ? റോബോട്ടുകളെ നിർമ്മിക്കുക. മനുഷ്യൻ്റെ കയ്യെത്താതെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് AER എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ബാംഗ്ലൂരിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ് പ്രവർത്തന മേഖല? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും റോബോട്ടിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഓക്കെ. ഇനി സെൻറ്റർ ഫോർ ഫയർ എക്സ്പ്ലോഷൻ എൻവയോൺമെൻറ്റ് സേഫ്റ്റി, അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ്. ഈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ബോംബ് അല്ലെങ്കിൽ അതുകൂട്ടുള്ള സംഭവങ്ങളൊക്കെ, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഇനി നമ്മുടെ കേരളത്തിൽ DRDOയുടെ ലബോറട്ടറി കൊച്ചിയിലാണ്. പേര് നേവൽ ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി NPOL ആണ്. NPOL. ഇത് കൊച്ചിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഊന്നൽ കൊടുത്ത് പഠിച്ചോണം. ദെൻ ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് പൂനായിലാണ്. ഹൈ എനർജി മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് ഇവർ പഠിക്കുക. അതായത് ഹൈ എനർജി ഉള്ള മെറ്റീരിയൽസിനെ റിസർച്ച് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അപ്പോൾ ലബോറട്ടറി എന്താണെന്ന് അറിയാമല്ലോ. പറഞ്ഞതുകൊണ്ട് ഓരോ വിങ്ങിനും ഓരോ ലബോറട്ടറിയാണ്. ആ ഓരോ ലബോറട്ടറിയിൽ അവർ ഡെവലപ്പ് ചെയ്യുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റിയിട്ടാണ്. ഇതെല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരും? DRDOയുടെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, നോക്കി എഴുതിക്കോളൂ. ഒരു 3 കറണ്ട് അഫയേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. DRDOയായിട്ട് റിലേറ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കറണ്ട് അഫയേഴ്സ് നമ്മൾ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സെപ്പറേറ്റ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുകയും വേണം. അപ്പോൾ ഒന്നാമത് നോക്കിക്കേ, സിന്ധു നേത്ര എന്ന് പറയുന്നത് ഫെബ്രുവരി 28, 2021, ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-ന് DRDO ഡെവലപ്പ് ചെയ്ത ഒരു സാറ്റലൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സിന്ധു നേത്ര എന്ന് പറയുന്നത്. അപ്പോൾ സിന്ധു നേത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DRDOയുടെ ഒരു സാറ്റലൈറ്റ് ആണ്. ഇതിൻ്റെ ജോലി ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ മെർച്ചന്റ് ഷിപ്പിനെയും നേവൽ, അതായത് മറ്റ് ഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ, വോർഷിപ്പിനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് DRDO ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സാറ്റലൈറ്റ് ആണ് സിന്ധു നേത്ര. അപ്പോൾ ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ആണ്. ഫെബ്രുവരി 28, 2021 ഡിപ്ലോയ്ഡ് ആയത്. ദെൻ ഇത് PSLV C-51 ആണ് ഇതിൻ്റെ ലോഞ്ചിങ് വെഹിക്കിൾ. ഇതാരായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ISRO ആണ്, അല്ലേ? ലോഞ്ചിങ് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നത് ISRO ആണ്. PSLV അല്ലെ, പോളാർ ആയിട്ടുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ്. PSLV C-51 ആണ് ഇതിൻ്റെ ലോഞ്ചിങ് വെഹിക്കിൾ. അപ്പോൾ അത് നോക്കിക്കോണം, സിന്ധു നേത്ര. ഇനി DRDOയുടെ മാർസ്. എന്താണ് മാർസ്? മറ്റേ മാർസ് അല്ല, ഇതിൻ്റെ ഫുൾ നെയിം മൊബൈൽ ഓട്ടോണോമസ് റോബോട്ട് സിസ്റ്റം എന്നാണ് മാർസിൻ്റെ. അതൊരു
പൂനെയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി DRDOയുടെ അണ്ടറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു റോബോട്ടിന്റെ പേരാണ് മാർസ് എന്ന് പറയുന്നതാണ്. മൊബൈൽ ഓട്ടോണോമസ് റോബോട്ട് സിസ്റ്റം ആണ് മാർസ്. അപ്പോൾ ഈ മാർസിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോൾജേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു റോബോട്ടാണ് എന്ത് മാർസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർസ് എന്ന് കേൾക്കുമ്പോൾ മറ്റേ മാർസ് അല്ല, നമ്മുടെ DRDO പൂനെ റിസർച്ച് ഡെവലപ്മെന്റ് സെന്റർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു മൊബൈൽ ഓട്ടോണോമസ് റോബോട്ട് സിസ്റ്റമാണ് എന്ത് മാർസ് എന്ന് ഓർത്തോണം. ഇനി DRDOയുടെ ആ ഒരു അണ്ടറിൽ വേൾഡ് ഹയസ്റ്റ്, അതായത് ഏറ്റവും ഉയരത്തിലുള്ള വേൾഡ് ഹയസ്റ്റ് ടെറസ്ട്രിയൽ സെന്റർ ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് 2018 ലഡാക്കിലാണ്. എവിടെയാണ്? ലഡാക്കിലെ ചാങ്ല പാങ്കോങ് ലേക്ക് ഉണ്ടല്ലോ, നമ്മുടെ പാങ്കോങ് ലേക്ക് ലേറ്റസ്റ്റ് ന്യൂസിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ചൈനയുടെ ആ ഒരു സമയം യുദ്ധം വന്ന സമയത്ത്. അപ്പോൾ DRDO വേൾഡ് ഹയസ്റ്റ് ടെറസ്ട്രിയൽ സെന്റർ ലഡാക്കിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് 17,600 മീറ്റർ ഉയരെയാണ് സീ ലെവലിൽ നിന്നും. അപ്പം ചാങ്ല നിയർ പാങ്ലോങ് ലേക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് 2018 ദിഹാർ, എന്താണ് ഈ ദിഹാർ? ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് റിസർച്ച് ആണ് ദിഹാർ. ഇതാണ് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ പല രീതിയിൽ നമ്മൾ പറഞ്ഞു 50ഓളം ലബോറട്ടറി DRDOയുടെ അണ്ടറിലുണ്ട്, അതിലൊന്നാണ് ഈ പറയുന്നത്. അപ്പോൾ 2018 ഏറ്റവും, അതായത് വേൾഡ് ഹയസ്റ്റ് ടെറസ്ട്രിയൽ സെന്റർ ആണ് എവിടെ നിലവിൽ വന്നിരിക്കുന്നത്? ലഡാക്കിൽ വന്നിരിക്കുന്നത്, പാങ്കോങ് ലേക്കിൽ. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്താണ് വേൾഡ് ഹയസ്റ്റ് ടെറസ്ട്രിയൽ സെന്ററിൽ നിർമ്മിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കോൾഡ് സ്റ്റോറേജ് പോലത്തെ ഒരു റിസർച്ച് ടൈപ്പാണ് കൊണ്ടുവന്നിരിക്കുക. അവിടെ മെഡിസിനൽ പ്ലാന്റ്സും അതുകൊണ്ട് എന്താണ് നാച്ചുറലായിട്ടുള്ള വെജിറ്റേഷൻസും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ റിസർച്ചും എല്ലാം നടത്തുന്നുണ്ട്. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലമുകൾ അതല്ല, അവിടെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം സംഘർഷ മേഖല. അപ്പോൾ അവിടുത്തെ സോൾജേഴ്സിനെ എന്താണ് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയിട്ടാണ് ഈ ഒരു വേൾഡ് ഹയസ്റ്റ് ടെറസ്ട്രിയൽ സെന്റർ അവിടെ തുടങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇതും കൂടെ ഈ കൂട്ടത്തിൽ തന്നെ നോട്ട് ചെയ്ത് നിങ്ങളങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പോൾ DRDOയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഈ 2 ക്ലാസ്സിൽ കൂടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് വ്യക്തമായിട്ട് എഴുതി വയ്ക്കാം, വലിയ പാടൊന്നുമില്ല, പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മറന്നു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കെടുത്തൊന്ന് വായിച്ചു നോക്കാന്നുള്ളതേ ഉള്ളൂ. കറണ്ട് അഫയേഴ്സ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ പോയിന്റ് കിട്ടുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കറണ്ട് അഫയേഴ്സ് വരുവാണെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൂട്ടത്തിൽ നമ്മൾ 1-2 പേജുകൾ വിട്ടങ്ങ് പോയേക്കുക. അപ്പോൾ പുതിയ പോയിന്റ്സ് വരുമ്പോൾ നമുക്ക് പറയാമല്ലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത് കഴിയുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.